വിഷുവിന് ഞാൻ റെഡിയാക്കണ ഒരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കൊല സദ്യക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 1 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. പരിപ്പ് നല്ലോണം വറുത്തെടുത്തു. ഇനി നമുക്കിത് കഴുകി കൊണ്ടുവരാം. കഴുകിയെടുത്ത പരിപ്പിലേക്ക് 1 ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. പരിപ്പും ക്യാരറ്റും വേവാനുള്ള വെള്ളം ചേർത്ത് നല്ല മഷി പോലെ പരിപ്പ് വേവിച്ചെടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 or 5 വിസിൽ വിട്ടെടുത്തോളൂ കേട്ടോ. വിസിൽ 2 കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പരിപ്പ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പരിപ്പൊന്ന് ഉടച്ച് കൊടുക്കാം. പരിപ്പും ക്യാരറ്റും നല്ലോണം ഉടച്ചെടുത്തു. ഇത് മാറ്റി വെച്ച് നമുക്ക് പായസം റെഡിയാക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ കുറച്ച് നാളികേരക്കൊത്ത് വറുത്തെടുക്കാം. നാളികേരക്കൊത്ത് കളർ മാറുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർക്കുന്നുണ്ട്. കാഷ്യൂ ഒന്ന് കളർ മാറി വരട്ടെ. കാഷ്യൂ കളർ മാറുമ്പോൾ കുറച്ച് മുന്തിരി ചേർക്കുന്നുണ്ട്. ഇതിൽ അറിയാണ്ട് വെളിച്ചെണ്ണ വിട്ടു കേട്ടോ, അതാണ് ഇങ്ങനെ പറയുന്നത്. മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. നമുക്കിതൊക്കെ പാനിൽ നിന്ന് മാറ്റാം. 1 ടീസ്പൂണും കൂടി നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. സേമിയയും വറുത്തെടുത്തു. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ വേവിച്ചെടുത്ത് പരിപ്പും ക്യാരറ്റും പാനിലേക്ക് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം. പരിപ്പ് വേവിച്ചതാണ്, എന്നാലും ഒന്ന് വാട്ടിക്കോളൂ കേട്ടോ. പരിപ്പ് നെയ്യിൽ നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാല് ചേർക്കാം. 1 കപ്പേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി 1 കപ്പ് ചേർക്കാനുണ്ട് പാല്. പാലൊഴിക്കുമ്പോൾ പരിപ്പ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അതൊന്ന് ഇങ്ങനെ സ്പാച്ചിൽ വെച്ച് അമർത്തി കൊടുക്കുമ്പോൾ തന്നെ ശരിയായിക്കോളൂ കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ. 1 കപ്പ് പാലേ ചേർത്തിട്ടുള്ളൂ. നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം സിമ്മിൽ വെച്ച് സേമിയ വേവിച്ചെടുക്കാം. സേമിയ നല്ലോണം വെന്തു. ഇനി നമുക്ക് 1 കപ്പ് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 3/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. ചെറുപയർ പരിപ്പ് പായസം എന്ന് പറഞ്ഞാൽ കുട്ടീസിന് ഒന്നും ഇഷ്ടമല്ലാത്തൊരു പായസമാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതിൽ ഒരു ചെറുപയർ പരിപ്പ് പോലും കാണില്ല കേട്ടോ. അവർക്ക് അറിയ പോലും ഇല്ല. ഇഷ്ടത്തോടുകൂടി സേമിയ പായസമാണെന്ന് വിചാരിച്ച് അവർ കഴിച്ചോളും. ഇനി നല്ലോണം ഒന്ന് തിളച്ചോട്ടെ. അപ്പം നല്ലോണം തിളച്ചു വിട്ടാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ആക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി പായസമാണ്. എന്തായാലും ഇക്കൊല്ലം വിഷുവിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.